ഒരു ഭാഗത്ത് വിലവർധനയുണ്ട്, പക്ഷേ അപ്പോഴും കേന്ദ്ര സർക്കാർ ആ വിലവർധനവിനെ ന്യായീകരിക്കുന്ന കാഴ്ച കാണുന്നു. തുടർച്ചയായി അത്തരം ന്യായീകരണങ്ങളാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. മറ്റിടങ്ങളിലൊക്കെ തന്നെ നേരത്തെ വില വർദ്ധിപ്പിച്ചപ്പോൾ, മറ്റു രാജ്യങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ വില വർദ്ധിപ്പിച്ചപ്പോൾ ഇന്ത്യയിൽ അതുണ്ടായിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കുന്നത്. എന്താണ് ഈ വിധത്തിലുള്ള ഇന്ധന വില വർധനവിൽ കേന്ദ്രത്തിന്റെ നിലപാട്? പ്രജിൻ 10 ദിവസത്തിനിടെ 3 തവണയാണ് ഇന്ത്യയിൽ ഇന്ധനവില വർദ്ധിപ്പിച്ചത്. അതും ഏകദേശം 5 രൂപയ്ക്ക് അടുത്തുള്ള വർധനവുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 8 രൂപയ്ക്ക് അടുത്തേക്ക് ഈ ഒരു വില എത്തും. അതായത് 3 രൂപ കൂടി അടുത്ത ദിവസങ്ങളിൽ നേരിയ തോതിൽ തന്നെ വർദ്ധിപ്പിച്ച് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് കേന്ദ്രം കടക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. ഇതിനെ ന്യായീകരിക്കുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ 20% മുതൽ 90% വരെ വിലയാണ് ഈ എണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അത്രത്തോളം ഇന്ത്യയിൽ ഉണ്ടാകുന്നില്ല. ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വർദ്ധിപ്പിച്ചത് 5% മാത്രം എന്നുള്ള കാര്യമാണ് ഇപ്പോഴെന്തായാലും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വലിയ തോതിൽ പ്രതിസന്ധി, അതായത് ഈ പ്രതിദിനം 1000 കോടി രൂപ എണ്ണ കമ്പനികൾക്ക് നഷ്ടമുണ്ടായിട്ട് പോലും ഈ സംഘർഷങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിലും 76 ദിവസം അവർ വില വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിന്നു. മറ്റു മാർഗങ്ങളില്ലാതെ ഏറ്റവും ഒടുവിലാണ് ഈ വില വർദ്ധിപ്പിച്ചത്. അതും നേരിയ തോതിലുള്ള വർധനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യമടക്കം ഇപ്പോൾ ഉയർത്തിക്കാട്ടിയാണ് ഇത്തരത്തിൽ പെട്രോളിയം മന്ത്രാലയം ഇപ്പോൾ ഈ കാര്യം ന്യായീകരിക്കുന്നത്. പക്ഷേ അപ്പോഴും ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഘട്ടം ഘട്ടമായി 8 രൂപയിലേക്ക് ഈ വില വർധനവ് എത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് കേന്ദ്രം കടക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. പ്രസിഡന്റ് ശരി, അർജുൻ പീതാംബരനാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.